ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന എന്താണെങ്കിലും വീട്ടിലേക്ക് തിരിച്ചെത്തിയേക്കാണ്. അപ്പോൾ അലീനയെ കൊണ്ട് ജോലി എടുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് വൈജയന്തി. ആ സമയത്തും അലീനയ്ക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് ബാലചന്ദ്രനാണ്. എന്താണ് വൈജയന്തി നീ പറയുന്നത്? അവൾക്ക് 2 ആഴ്ച റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നിനക്ക് എന്താ തീരെ ബോധമില്ല? ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്നേക്കുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇവൾക്ക് കൂടി ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ മക്കൾക്കാണെങ്കിൽ നീ വെച്ചുണ്ടാക്കി കൊടുക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ എൻ്റെ മകളല്ലല്ലോ, എൻ്റെ മക്കൾക്കാണെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എന്നെ ഒരു മകളായിട്ട് കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പട്ടിയുടെ മകളായിട്ട് പോലും നിന്നെ എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറയാണ്. കഷ്ടമുണ്ട്, ഇങ്ങനെയൊന്നും പറയാതെ ഇരുന്നൂടെ, ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുക വൈജയ് എന്ന് പറയുമ്പോൾ വൈജയ് ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും വാദിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്, എന്നെ മനസ്സിലാക്കാനും എൻ്റെ വിഷമങ്ങൾ അറിയാനും ആരുമില്ല എന്ന് പറഞ്ഞ് വൈജയ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് രോഹിത്തുമായിട്ടുള്ള ഒരു ഭാഗം കൂടി ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. രോഹിത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് ആ സമയത്ത് മലീനയോട് സംസാരിക്കുന്നത്. വഴിയിൽ നിന്ന് മാറടി എന്നൊക്കെ വിളിച്ച് എടി പൊടി എന്നൊക്കെ വിളിച്ചിട്ടാണ് വീണ്ടും സംസാരിക്കുന്നത്. ചെയ്ത് തെറ്റോർത്ത് ഒരു കുറ്റബോധവും രോഹിത്തിനില്ല. പിന്നീട് രേവതിക്കുട്ടി അലീനെ ഫോൺ ചെയ്യുകയും ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി അവിടെ ഇനി നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നോക്കട്ടെ മേള, ഒരാഴ്ച കൂടി ഞാൻ നോക്കട്ടെ, അവനെ മെരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, എന്താണെങ്കിലും എനിക്കിപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്, മോള് ഫോൺ വെച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം അലീന ഓരോ സംഭവങ്ങൾ ഓർത്തിട്ട് ഇങ്ങനെ വിഷമിക്കുക കേട്ടോ. ഇങ്ങനെ രോഹിത്തും അങ്ങനെ പെരുമാറിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുകയാണ്. തിരിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ നിനക്ക് പറ്റിയത്, നീ ഇത്രയും ദിവസമായിട്ടും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് വിഷമമാകും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ എനിക്ക് മുത്തശ്ശിയിൽ നിന്നൊന്നും മറച്ചു വെക്കാനും പറ്റത്തില്ല. മുത്തശ്ശി എന്നോട് എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയും പറയുന്നതല്ലേ, മുത്തശ്ശിയോടല്ലേ ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്താ മോളെ പറ്റിയത്, ശരിക്കും എന്താ സംഭവിച്ചത്, നിൻ്റെ കയ്യിൽ നിന്ന് കത്രിക കൊണ്ടതൊന്നും അല്ലാന്ന് എനിക്കറിയാം, അങ്ങനെ അബദ്ധത്തിൽ നിൻ്റെ കയ്യിലേക്ക് അത്രയും ആഴത്തിലുള്ള മുറിവൊന്നും നിനക്ക് അബദ്ധത്തിലാണെങ്കിൽ പോലും പറ്റത്തില്ല എന്ന് എനിക്കറിയാം, എന്താണ് ഉണ്ടായതെന്ന് മുത്തശ്ശിയോട് പറ എന്ന് പറയണം മുത്തശ്ശി. അന്നേരം മുത്തശ്ശിയുടെ അലീന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. അന്ന് മുത്തശ്ശി ഇവിടെ ഒന്ന് മയങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർത്ത് വീണ്ടും റൂമിലേക്ക് വന്ന് ഞാനും ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാൻ എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കാം എന്നൊക്കെ കരുതി റൂമിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്താണ് രോഹിത്ത് വന്നത് എന്ന് പറയാട്ടോ. രോഹിത്ത് വന്നെന്നോ? ഇങ്ങോട്ടേക്കോ? ക്ലാസ് കട്ട് ചെയ്തിട്ട് രോഹിത്ത് ഇങ്ങോട്ടേക്ക് വന്നോ? അതേ മുത്തശ്ശി, ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്, അങ്ങനെ എന്തുവാണ് റീസൺ പറഞ്ഞത്? എന്നോട് പറഞ്ഞൊന്നുമില്ല, ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാണ്. അങ്ങനെ രോഹിത്ത് അകത്ത് പോയി എന്ന് പറയാണ്. പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രേവതിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേവതിക്കുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് രോഹിത്ത് അതിൻ്റെ മുന്നേ തന്നെ എന്നോട് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു. ആ ഡ്രസ്സ് ഞാൻ എടുത്തു കൊണ്ടുപോയി അലക്കാനൊക്കെ വെച്ചു. അതിനുശേഷം ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു വിളിച്ചു. അങ്ങനെ ലൈം ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ നേരത്താണ് രേവതിക്കുട്ടി വിളിച്ചത്. ആ സമയത്ത് രേവതിക്കുട്ടിയോട് ഞാൻ പറഞ്ഞു, രോഹിത്ത് വന്നിട്ടുണ്ട്, ഞാൻ അവന് ലൈം ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്നേരം രേവതിക്കുട്ടി എന്നോട് താക്കീത് തന്നതാണ്, ചേച്ചി പോവണ്ട, ഒരു തവണ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതല്ലേ, ചേച്ചി പോവണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാനത് കേട്ടില്ല. അവൾ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. എന്താണെങ്കിലും ഞാൻ റൂമിലേക്ക് ചെന്ന് ജ്യൂസ് കൊടുത്തു. തിരിച്ചു വരുന്ന വഴി വീണ്ടും എന്നെ വിളിച്ചു വരുത്തി ജ്യൂസിനൊരു കയ്പ് രസം ഉണ്ടെന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചു മുത്തശ്ശി എന്ന് പറയണം. എൻ്റെ കുഞ്ഞ് എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു മുത്തശ്ശി, അതിൽ അവർ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട് എന്നുള്ളത്. മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടെന്നോ? എന്താ മോളെ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അതേ മുത്തശ്ശി, അതിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ആ റൂമിൽ ഹരി ഉണ്ടായിരുന്നു എന്ന് പറയണേ. ഹരി ഉണ്ടായിരുന്നെന്നോ? എങ്ങനെ ഹരി വന്നു, എപ്പോൾ വന്നു? അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി, ഞാനെങ്ങാനും അലക്കാൻ പോയ സമയത്തെങ്ങാനും ഹരിക്ക് രോഹിത് ഡോറ് തുറന്ന് കൊടുത്തിട്ടുണ്ടാവും, അപ്പം ഞാൻ കാണാതെ അകത്ത് കയറ്റിയിരുത്തിയതായിരിക്കും. അവരുടെ ഉദ്ദേശ്യം മോശമായിരുന്നു മുത്തശ്ശി, എന്നെ ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു. മയക്കുമരുന്ന് കലർത്തി ആ ജ്യൂസ് കുടിപ്പിച്ച് എന്നെ ഉപദ്രവിക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അവർ അതനുസരിച്ചില്ല. ഞാൻ രക്ഷപ്പെടാൻ ഒരുപാട് വഴികളും നോക്കി, അവരുടെ കാല് പിടിക്കുന്നത് വരെ ഞാൻ പറഞ്ഞു. രോഹിത്തിനോട് ഞാൻ പറഞ്ഞു, തെറ്റാണ് നീ ചെയ്യാൻ പോകുന്നത്, നീ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല മുത്തശ്ശി. എനിക്ക് പിന്നെ എന്നെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ടേബിളിൽ നിന്ന് കിട്ടിയ കത്രിക എടുത്ത് ഞാൻ എൻ്റെ വയറ്റിലേക്ക് തന്നെ ആഞ്ഞു കുത്തിയതാണ് മുത്തശ്ശി എന്ന് പറയണം. എന്നിട്ടും അവരത് എന്നെ വിട്ടില്ല മുത്തശ്ശി. അവർ എന്നെ അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയാനാണ് നോക്കിയത്. പിന്നീട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. താഴെ കൊണ്ടുവന്നിട്ടതൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം എൻ്റെ മൊബൈൽ ഫോണും കാണാനില്ല. അത് ഞാനിപ്പോൾ രോഹിത്തിനോട് ചോദിച്ചപ്പോഴും അവൻ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി
മുത്തശ്ശി ആകെ ഷോക്കായിട്ട് കിടക്കാട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട്, മോളെ നീ എന്തിനാണ് പിന്നെ ഈ കള്ളം പറയാൻ പോയത്, നിനക്ക് സത്യം പറഞ്ഞൂടായിരുന്നു, നീ എന്തിനാണ് അവരെ രക്ഷിക്കാൻ പോയത് എന്നൊക്കെ ചോദിക്കാണ് മുത്തശ്ശി. എനിക്ക് അവരെ രക്ഷിക്കല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല മുത്തശ്ശി, ഞാൻ എങ്ങാനും അവർക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും വേറെ ആരുടെ കാര്യവും നോക്കണ്ട, മനുവേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഹരിശങ്കറിനെ പോലീസ് കൊണ്ടുപോവുകയാണെങ്കിലും അതുപോലെ ഇവിടെ രോഹിത്തിനെ പോലീസ് കൊണ്ടുപോവുകയാണെങ്കിലും മാഡത്തിൻ്റെയും അതുപോലെ സാറിൻ്റെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും, മുത്തശ്ശിയുടെ അവസ്ഥ എന്തായിരിക്കും, രണ്ട് മുത്തശ്ശിയുടെ കൊച്ചുമക്കൾ തന്നെയല്ലേ, നാണം കെട്ടു പോവില്ലേ നാട്ടിൽ എന്നൊക്കെ ചോദിക്കണം. എന്നാലും മോളെ നിന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്ക് യാതൊരു ബന്ധമില്ലല്ലോ, നിനക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, നിനക്ക് അവർ എന്ത് ചെയ്താലും അവർ മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിനക്കതൊന്നും നോക്കണ്ടല്ലോ, സാധാരണ ആരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് അതൊക്കെ നോക്കണം മുത്തശ്ശി, എനിക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ എന്തെങ്കിലും കാര്യം തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ് അലീന. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നത്, അവർക്കെതിരെ നീ പോലീസിൻ്റെ കേസ് കൊടുത്താൽ അവർ പോലീസ് കൊണ്ടുപോകും, ശിക്ഷിക്കും, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന അപമാനവും നാണക്കേടൊക്കെ ബാലചന്ദ്രനും വൈജിക്കും കമലയ്ക്കും ശിവനും എനിക്കും മനുവിനും ഒക്കെ തന്നെയാണ്, ശരിയാണ്, എന്നാലും നീ എന്തിനാണ് അതൊക്കെ നോക്കുന്നത്, നിൻ്റെ ആരുമല്ലല്ലോ ഇവരാരും, ഞങ്ങൾ ആരും നിൻ്റെ ആരുമല്ല, നീ ഇവിടെ ജോലിക്ക് നിൽക്കുന്നു അത്ര മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത്ര മാത്രമല്ല മുത്തശ്ശി, ഞാൻ ജോലിക്ക് നിൽക്കുന്നു അത്ര മാത്രമല്ല, എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ മുത്തശ്ശിയാണ് എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ മോളെ ഈ പറയുന്നത്, നിൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും മുത്തശ്ശിയും ആണെന്നോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു മുത്തശ്ശി, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് വെറും ജോലിക്കാരിയായിട്ട് മാത്രമല്ല, ഞാൻ എൻ്റെ അമ്മയെയും അച്ഛനുമായിട്ടാണ് മാഡത്തെയും സാറിനെയും കാണുന്നത്, അതുകൊണ്ടാണ് മാഡം എന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ലാത്തത്, എൻ്റെ അനിയത്തിമാരായിട്ടാണ് ബബിതയും കൃഷ്ണയും കാണുന്നത്, രോഹിത് എൻ്റെ സ്വന്തം അനുജനാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, എൻ്റെ സ്വന്തം മുത്തശ്ശിയാണ് മുത്തശ്ശി, അത്രയും ഞാൻ അങ്ങനെയാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ബാലചന്ദ്രൻ സാറിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ, മാഡത്തിന് തല കുനിച്ചല്ലാണ്ട് പുറത്തോട്ട് പോകാൻ പറ്റുമോ, ആ മക്കൾക്ക് സ്കൂളിലും കോളേജിലും പോകാൻ പറ്റുമോ, ബബിതയ്ക്കും കൃഷ്ണയ്ക്കും എല്ലാം ആലോചിക്കേണ്ടേ മുത്തശ്ശി, ഞാൻ അതൊക്കെ ആലോചിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് നിന്നെപ്പോലെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ, നമ്മളോട് എത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് അവരെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ അവരെ രക്ഷിച്ചതല്ല മുത്തശ്ശി, ഹരിക്കിട്ട് മനുവേട്ടൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയണേ. മനുവിനോട് നീ പറഞ്ഞോ, മനുവേട്ടനോട് എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് മനുവേട്ടൻ ആദ്യം തന്നെ മനസ്സിലാക്കി, എന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു, എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ചോദിച്ചു, സത്യമല്ലാത്ത ഒരു കാര്യം എന്നോട് പറയരുത്, മനുവേട്ടനോടാണ് പറയുന്നുള്ള ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, എനിക്ക് അവിടെ മറച്ചു വെക്കാൻ പറ്റിയില്ല, എന്നിട്ട് മനുവേട്ടൻ ഹരിയെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ രോഹിത്തിനെ കൂടി മിക്കവാറും മനുവേട്ടൻ തന്നെ കാണും, എന്നാലും എനിക്ക് സാറിനോടോ മാഡത്തിനോടോ ഈ കാര്യം അറിയിക്കണം എന്നുണ്ട്, ജസ്റ്റ് അവരൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ നീ എന്താണെങ്കിലും പറയണം മോളെ, അവളോട് തന്നെ പറയണം, വൈജ തന്നെ ഇത് അറിയണം, വൈജയാണ് രോഹിതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്, തൻ്റെ മകൻ പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ അവൻ ചെന്ന് ചാടുന്നത് അതുകൊണ്ടാണ്, ആ ഹരി അവനെ വഷളാക്കുന്നതാണ്, ഹരിയാണ് എല്ലാ കുഴപ്പത്തിലേക്കും അവനെ കൊണ്ടു ചെല്ലുന്നത്, അതെനിക്കറിയാം മുത്തശ്ശി, ആദ്യം രോഹിത്തിൻ്റെ സ്വഭാവം ഒന്ന് തണുത്ത് വന്നാൽ മാത്രമേ എനിക്ക് രോഹിത്തിനോട് കൂടുതൽ സംസാരിക്കാനും ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കാനും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നീ വീണ്ടും അവനെ നന്നാക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവനെ നന്നാക്കി എടുക്കണം മുത്തശ്ശി, എൻ്റെ അനുജനാണ് അവൻ എന്ന് പറയണേ. എൻ്റെ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും നീ ഈ വീട്ടിലൊരു കുട്ടിയാണ്, ഈ വീട്ടിലെ വൈജയുടെയും ബാലചന്ദ്രൻ്റെ മൂത്ത മകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് നിൻ്റെ സംസാരമൊക്കെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങനെ തന്നെ വിചാരിച്ചോ മുത്തശ്ശി, ഈ വീട്ടിലെ മൂത്ത മകൾ ഞാനാണെന്ന് മുത്തശ്ശി വിചാരിച്ചോ, ഞാനും അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്ന് അലീന പറയണം. അങ്ങനെ അലീന മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും, പിന്നെ അലീന വന്ന സമയത്ത് ബാലചന്ദ്രൻ ഓൾറെഡി ഷോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട്, മക്കൾ സ്കൂളിലും പോകുന്നുണ്ട്, വൈജ മാത്രമാണല്ലോ വീട്ടിൽ പോവാതിരുന്നത്, വൈജ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ബിസിയാണ്, രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വേണം വൈജയ്ക്ക് പോകാൻ, അലീന അങ്ങനെ ജോലികളൊന്നും ചെയ്യാനാവാത്തത് കൊണ്ട് അലീനയെ കൊണ്ട് ജോലി ബാലചന്ദ്രൻ ചെയ്യിപ്പിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വൈജയാണ് എല്ലാ ജോലികളൊക്കെ ചെയ്തു വെച്ചിട്ട് പോകുന്നത്. വൈകുന്നേരം വരുന്ന സമയത്താണെങ്കിലും വൈജ തന്നെയാണ് അധികം ജോലിയൊക്കെ ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പാണ് അവിടെ അലീന ചെയ്തു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലക്കാരി എന്നുള്ളൊരു സ്ഥാനത്ത് നിന്നിട്ട് അവളവിടെ ചെറിയ ജോലി ചെയ്യും, ഞാനിവിടെ എല്ലാ ജോലിയും ചെയ്യുന്നതിനുള്ള ഒരു ചിന്തയൊക്കെ വൈജയ്ക്കുണ്ട്, ആ ദേഷ്യമൊക്കെ വൈജയ്ക്കുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയിൽ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോയതിനൊക്കെ ശേഷം അലീന ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, കിച്ചണിൽ നിന്നുണ്ട്. പിന്നെ മുത്തശ്ശിയുടെ ഫോണാണെങ്കിൽ അലീനയുടെ കയ്യിലുണ്ടല്ലോ, അലീന വീണ്ടും രോഹിത്തിനെ വിളിക്കുന്നുണ്ട്, രോഹിത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇതൊരു പുതിയ നമ്പർ എന്നാണ്. അപ്പോൾ ഹലോ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അലീനയാണെന്ന് പറയട്ടോ. അലീന
നീയാണോ? ഇതാ ഏത് നമ്പറിൽ നിന്നാണ് നീ വിളിക്കുന്നത്? നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ നിങ്ങൾ എന്ത് ചെയ്തു? അത് എനിക്ക് കിട്ടണം എന്ന് പറയണം. നീ ആരോടാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്? ആ ഫോണിൽ തരാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എന്താ ഈ പറയുന്നത്? നീ പോടി, നീ നിൻ്റെ പണി നോക്കി പോടി എന്നൊക്കെ പറഞ്ഞ് രോഹിത് വീണ്ടും അവളെ അവഗണിച്ച് അവളിങ്ങനെ അവളോട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എൻ്റെ ഫോൺ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ, നീ എങ്ങാനും ഫോൺ കട്ടാക്കുകയാണെങ്കിൽ, ഞാൻ വിളിക്കുന്നത് കട്ടാക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ നീ കട്ടാക്കുകയാണെങ്കിൽ നിൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ റൂമിലേക്ക് കയറി വരും എന്ന് ആദ്യം തന്നെ അലീന പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ വാടി, നീ ഇങ്ങോട്ടേക്ക് കയറി വാ, നീ അച്ഛനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വാ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അലീന വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും രോഹിത്തെ എന്ന് പറയണം അലീന. അത് കേട്ടപ്പോൾ രോഹിത്തിന് ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. രോഹിത്തിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. കാരണം ആ പേടി മറച്ചു വെക്കാനാണ് ഈ ദേഷ്യം അഭിനയിക്കുന്നത് രോഹിത്ത്. അപ്പോൾ രോഹിത്തിന് ഒരു പേടി തോന്നുകയാണ്. എന്നിട്ടാണ് അലീന പറയുന്നത്, നിങ്ങൾ എന്നോട് ചെയ്ത എല്ലാ ക്രൂരതയും ഞാൻ ഇതുവരെ നിൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസിനോട് ഞാൻ പറയാതിരുന്നത് നിങ്ങളെ പേടിച്ചിട്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ എങ്ങാനും ആ കാര്യം പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നീ എവിടെയാണ് കിടക്കുന്നത് എന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പറയുന്നുണ്ട്, ഞാൻ അത് പറയാതിരുന്നത് നിന്നെ ഓർത്തിട്ടല്ല, നിന്നെയോ ഹരിയെ ഓർത്തിട്ടല്ല, നിൻ്റെ അച്ഛനെയും അമ്മയും മനുവേട്ടനെയും മുത്തശ്ശിയും ഒക്കെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യം പോലീസിനോട് പറയാതിരുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു ഭാവിയുണ്ട്. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. ഇനി നിങ്ങളുടെ ലൈഫ് വെറുതെ കൊണ്ടുപോയി എന്താ പറയുക, മോശം ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് പോലീസിനോട് പറയാതിരുന്നത്. അതും ഒരു അവസരമായിട്ട് നീ മുതലെടുത്തിട്ട് ഇനി വേറെ വല്ല ഉടായ്പും ഒപ്പിക്കാനാണ് നിൻ്റെ പ്ലാനെങ്കിൽ എനിക്ക് ഈ സംഭവം ഏത് സമയത്തും പോലീസിനെ അറിയിക്കാം. ഏത് സമയത്തും എത്ര നാൾ കഴിഞ്ഞിട്ട് അറിയിച്ചാലും അത് കേസ് തന്നെയാണ്, നിനക്ക് വേറെ രക്ഷയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത് അനുസരിച്ചല്ല ഇവിടെ പോകുന്നതെങ്കിൽ മിക്കവാറും ഈ കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ അറിയിക്കും. അത് മാത്രമല്ല, ഞാൻ പോലീസിലും കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. നീ ആരെയടി ഭീഷണിപ്പെടുത്തുന്നത്? നീ അങ്ങനെ പറയൂടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും രോഹിത്തെ, തീർച്ചയായിട്ടും ഞാൻ പറയും. ഒറ്റ ഫോൺ കോൾ മതി പോലീസ് ഇവിടെ എത്താൻ. ഒറ്റ ഫോൺ കോൾ പോലും വേണ്ട, എൻ്റെ ഒരു വാക്ക് മതി നിൻ്റെ അച്ഛനും നിൻ്റെ അമ്മയും നിൻ്റെ റൂമിന് മുന്നിലെത്താൻ. പിന്നെ നീ ഈ വീട്ടിലുണ്ടാകുമോ? ഈ വീട്ടിൽ പിന്നെ നിൻ്റെ സഹോദരിമാർ നിന്നെ എങ്ങനെയാണ് കാണുക? നിൻ്റെ അനിയത്തിമാരാണല്ലോ ബബിതയും കൃഷ്ണയും. അവർ നിന്നെ എങ്ങനെയാണ് കാണുക? ഏത് കണ്ണിലൂടെയാണ് കാണുക? പിന്നെ നിൻ്റെ അടുത്തേക്ക് അവർ വരുമോ എന്നൊക്കെ പറയാണ് അലീന കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ രോഹിത്തിനാകെ പേടിയാവുന്നുണ്ട്. ഇനി ഇവള് പറയോ എന്നുള്ളൊരു ഇത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നു. അപ്പോൾ രോഹിത് മിണ്ടാതെ നിൽക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഫോൺ കിട്ടണം. ആ ഫോൺ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞതാണ്, എനിക്ക് എൻ്റെ ഫോൺ കിട്ടണം എന്ന് പറയണം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പതറി നിൽക്കുകയാണ് രോഹിത് കേട്ടോ. അങ്ങനെ പിന്നെ അലീന ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫോൺ ഒരു കറക്റ്റ് ഡേറ്റ് പറയണം, അതിനുള്ളിൽ എനിക്ക് എൻ്റെ ഫോൺ കിട്ടിയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഡ് ലൈൻ കൊടുക്കുകയാണ് രോഹിത്തിന് അലീന. അങ്ങനെ അലീന ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. രോഹിത്താണെങ്കിൽ ആകെ പരിഭ്രാന്തിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ആകെ പേടിച്ചു പോവാണ്. പെട്ടെന്ന് തന്നെ രോഹിത് ഹരിയെ വിളിച്ചിട്ട് അലീനെ വിളിച്ചു, അവളുടെ ഫോൺ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറയണം. നീ എന്താ പറയുന്നത്? അലീനെ വിളിച്ചു എന്നോ? അലീന എവിടുന്ന് വിളിച്ചു? അലീന നിൻ്റെ വീട്ടിൽ തന്നെ ഇല്ലേ? പിന്നെ അവൾ എവിടുന്ന് വിളിച്ചു? അതൊന്നും എനിക്കറിയില്ല. മുത്തശ്ശിയുടെ ഫോണാണെന്ന് തോന്നുന്നു. മുത്തശ്ശിക്ക് മനുവേട്ടൻ പുതിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതാണെന്നാണ് തോന്നുന്നത്. അതിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് അവളുടെ മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഡ് ലൈൻ തന്നേക്കാണ്, അതിനുള്ളിൽ അവളുടെ ഫോൺ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്തിനാ അതിനൊക്കെ അനുസരിക്കാൻ പോയത്? നീ അതൊക്കെ ഏൽക്കാൻ എന്തിനാ പോയതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഹരി, അവൾ അത് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ അക്കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പറയുമെന്ന് പറഞ്ഞു. ബബിതയും കൃഷ്ണയും ഒക്കെ അറിയും. അപ്പോൾ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ജീവിക്കാനും പറ്റത്തില്ല, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല അവൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് തന്നെ പറയുന്നുണ്ട് എന്നൊക്കെ പറയണം. ഇതിപ്പോൾ ആകെ കുഴപ്പമായാലും, ഇതിലും നല്ലത് അവൾ ആദ്യം തന്നെ പോലീസിനോട് പറയുന്നതായിരുന്നു. ഇതിപ്പോൾ മനുഷ്യനെ തീറ്റിക്കാൻ എന്ന് പറയുന്ന ഹരി. എന്തായാലും വേണ്ടില്ല, നമുക്ക് ആ ഫോൺ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ ഫോൺ നമ്മൾ കുളത്തിലേക്ക് എറിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അത് എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് അതൊന്നും അറിയില്ല, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എന്ന്, അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് സംസാരിക്കാം എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം മനു കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. അങ്ങനെ മനു വരുന്ന സമയത്ത് തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ റൂമിൽ തന്നെ അലീനയുണ്ട്. അപ്പോൾ അലീനയോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയോടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയോട് അലീന എല്ലാ കാര്യങ്ങളും പറഞ്ഞ വിവരം മനു അറിയാം കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുന്നുണ്ട്. മുത്തശ്ശി തന്നെ പറഞ്ഞത്, എടാ എന്നാലും ആ ഹരിയെ രോഹിതിനെ വെറുതെ വിട്ടത് ശരിയായില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ മനു അലീനയെ നോക്കുന്നുണ്ട്. നീ അവളെ നോക്കണ്ട, അവൾ എന്നോട് എല്ലാം പറഞ്ഞു, അവൾക്ക് എന്നോടൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല മനു എന്ന് പറയാണ്.
അപ്പോൾ മനു പറയുന്നുണ്ട് സാരമില്ല, ഇവൾക്ക് ആദ്യം തന്നെ കേസിന് പോയാൽ മതിയായിരുന്നു, പക്ഷെ അവരെ രക്ഷിക്കാൻ നോക്കി. എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇനി അവരെ റെഡിയാക്കി എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എന്തൊരു വൃത്തികെട്ടവന്മാരാണ് അവർ രണ്ടുപേരും കൂടി ചെയ്തല്ലോ ഇവളോട് ആ ഒരു ചതി. എങ്ങനെ ചെയ്യാൻ തോന്നി? അവർക്കും ഇല്ല അനിയത്തിമാർ, സഹോദരിമാരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അത് വിട്ടേക്ക് മുത്തശ്ശി, ഇനി എന്താണെങ്കിലും ഹരിക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി രോഹിത്തിനുള്ളത് ഞാൻ ഉടനെ തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് പറയാണ് മനു. അങ്ങനെ പിന്നീട് മനു പറയുന്നുണ്ട്, ഞാൻ വൈജയന്തിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, അങ്കിളിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ആ ശരി മോനെ, നീ ചെല്ല് എന്ന് പറയണം. അലീനയോട് പറയുന്നുണ്ട്, ഒരു കോഫി വേണമായിരുന്നല്ലോ, തനിക്ക് എടുക്കാനൊക്കെ പറ്റുമോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല മോനെ, കോഫി എല്ലാം വൈജയാണ് ഉണ്ടാക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. വൈജ പോയതിന് ശേഷമുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ ഇവൾ ചെയ്യാണ് എന്ന് പറയാട്ടോ. എന്നാൽ ശരി, ഞാൻ പോയി നോക്കട്ടെ, എന്നാലും ഒരു കോഫിയൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാം എന്നൊക്കെ മനു പറയുമ്പോൾ, ഞാൻ ഉണ്ടാക്കി തരാം മനു ഏട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, നീ റെസ്റ്റ് എടുത്താൽ മതി, നീ ഒന്നും ചെയ്യണ്ട, അങ്കിള് പറഞ്ഞില്ലേ നിന്നോടൊന്നും ചെയ്യണ്ട, നിന്നെക്കൊണ്ട് ആൻറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, മാഡത്തിന് എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനൊക്കെ തന്നെയാണ് ആഗ്രഹം, പക്ഷേ അങ്കിള് അതിനൊന്നും സമ്മതിക്കുന്നില്ല, സാർ അതിനൊന്നും സമ്മതിക്കുന്നില്ല എന്ന് പറയാണ് അലീന. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അലീന വരാൻ കാത്തു നിൽക്കുകയായിരുന്നു വൈജ, എല്ലാ ജോലിയും ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട്, ബാലൻ സമ്മതിച്ചില്ല എന്ന് പറയാണ് മുത്തശ്ശി. എന്നാൽ ഞാൻ അവരെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് വൈജയും വരുന്നുണ്ട്. ആ മനു, നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ദേ വന്നുള്ളൂ ആൻറ്റി, ഞാൻ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു എന്ന് പറയണം. നീ ചായ കുടിച്ചോ? ഇല്ല ആൻറ്റി, എന്നാൽ വാ ഇരിക്കും, ചായ കുടിക്കാം എന്ന് പറയണം. അപ്പോൾ അലീനയുടെ നേരെ നോക്കുമ്പോൾ, അവളെ നോക്കണ എന്തിനാ ആൻറ്റി, ചായ ആൻറ്റി ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. ആ ചായ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അലീനയെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പം വൈജ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ വീട്ടിൽ സെർവൻറ്റിനെ പോലും പരിചരിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്, സെർവൻറ്റിന് പോലും വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് വൈജ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ അവളെ ഇവിടെ നിന്ന് ഒരു പക്ഷേ പറഞ്ഞയക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി അവളെ പറഞ്ഞയക്കുകയാണെങ്കിൽ ഒറ്റ ഫോൺ കോൾ എനിക്ക് ചെയ്താൽ മതി, ഞാൻ വന്ന് അവളെ കൊണ്ടുപോയിക്കോളാം, വേറെ ഒന്നും ആൻറ്റി ചെയ്യേണ്ട എന്ന് പറയുന്നു. നീ വന്ന് കൊണ്ടുപോയിക്കോളാന്ന്, നീ എങ്ങോട്ട് കൊണ്ടുപോയിക്കോളാന്ന് അതൊന്നും ആൻറ്റി അറിയണ്ട, ആൻറ്റി എന്തിനാ അതൊക്കെ അറിയണത്, ആൻറ്റിക്ക് അവളെ ഇവിടെ വേണോ വേണ്ടയോ അത്ര മാത്രം ആൻറ്റി നോക്കിയാൽ മതി. ആൻറ്റിക്ക് അവളെ വേണം എന്നാണെങ്കിൽ ആൻറ്റി അവളെ ഇവിടെ നിർത്തുക, വേണ്ട എന്നാണെങ്കിൽ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുക. ആൻറ്റിയുടെ ജോലി അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ആൻറ്റി അവളെ പറ്റി അന്വേഷിക്കേ വേണ്ട, അവളെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ എന്തിനു കൊണ്ടുപോകുന്നോ എന്നൊന്നും ആൻറ്റി നോക്കണ്ട എന്ന് പറയുമ്പോൾ, ഇവള് നിൻ്റെ ആരാ മനു, ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ കിടന്ന് വാദിക്കുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ അപ്പുറത്ത് സെറ്റിയിൽ ഇരുന്നിട്ട് ബാലചന്ദ്രനും കേൾക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ഇങ്ങനെ ചിരിക്കണം, ബാലചന്ദ്രൻ കൂടുതൽ സംസാരിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് മനുവിനോട് ചോദിക്കുന്നുണ്ട്, അവൾ നിങ്ങളുടെ ആരാണ്, ഒരു വേലക്കാരി പെണ്ണിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും മാത്രം എന്ത് മാഹാത്മ്യമാണ് അവൾക്കുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊന്നും ആൻറ്റിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആദ്യം സ്വന്തം മനസ്സാക്ഷിയെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് കാര്യം പറയാനും ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും. ആൻറ്റിക്ക് അങ്ങനെ ഒരു മനസ്സാക്ഷി കുത്തില്ലാത്തത് കൊണ്ടാണ് ആൻറ്റിക്ക് ഇങ്ങനെയൊന്നും തോന്നാതെ, ഒരു സഹജീവിയോടുള്ള ഒരു കരുണ പോലും ആൻറ്റിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നത് എന്ന് പറയുമ്പോൾ, എനിക്ക് അതൊക്കെ ഇത്തിരി കുറവാണ്, നിങ്ങൾക്കൊക്കെ വേണ്ടുവോളം ഉണ്ടല്ലോ, ധാരാളം, അത് തന്നെ മതി എന്ന് പറയാണ് വൈജ. അങ്ങനെ അലീനയെ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് മനു പറയുന്നുണ്ടല്ലോ. എന്നിട്ട് മനു ആ സമയത്ത് പറയുന്നുണ്ട്, അവളെ എൻ്റെ കയ്യിലാണ് മുത്തശ്ശിനെ ഏൽപ്പിച്ചത്, അവളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൺവെട്ടത്ത് അവൾക്കൊരു ജോലി ഏർപ്പാടാക്കി കൊടുക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നിൻ്റെ മുത്തശ്ശൻ ആൾ കൊള്ളാം മനു, ഒന്നും കാണാതെയൊന്നും മുത്തശ്ശനൊന്നും തീരുമാനിക്കത്തില്ല, നിൻ്റെ മുത്തശ്ശൻ കാഞ്ഞ ബുദ്ധിയുള്ള ആളാണ് എന്ന് പറയണം. അത് വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ എന്താ ഈ പറയുന്നത്, എൻ്റെ അച്ഛനെ കുറിച്ചാണോ പറയുന്നത്, എന്താ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ അച്ഛനാണോ തെറ്റ് ചെയ്തത്, നീയാണോ തെറ്റ് ചെയ്തത്, ആരാ തെറ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയത് അങ്ങോട്ട് പറഞ്ഞു അത്ര മാത്രം എന്ന് പറയുമ്പോൾ വൈജയ ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട്, നിങ്ങൾ ഇനി വഴക്കടിക്കേണ്ട, മുത്തശ്ശൻ അലീനെ എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്, അവൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അത് ഞാൻ ചെയ്തിരിക്കും എന്ന് തന്നെ പറയാണ്. ആ സമയത്താണ് രോഹിത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. അങ്ങനെ രോഹിത്ത് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ മനു പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുക കേട്ടോ. രോഹിത്ത് പെട്ടെന്ന് കോളേജിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് മനു ചെല്ലുകയാണ് അങ്ങോട്ട്, രോഹിത്ത് അവിടെ നിന്ന് നിന്നേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു രോഹിത്തിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. രോഹിത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്,
എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു എന്ന് പറയണം. രോഹിത്താണെങ്കിൽ ഉള്ള പരിഭ്രാന്തിയും പേടിയൊക്കെ മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് ശരിക്കും ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ദേഷ്യമൊക്കെ അഭിനയിക്കുകയാണ്. ഇപ്പം കാണാലോ, ഇപ്പം കണ്ടാൽ പോരെ, ഇപ്പോൾ കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയല്ല എനിക്ക് കാണേണ്ടത്, നിന്നെ വിശദമായിട്ട് എനിക്കൊന്ന് കാണണം എന്ന് പറയാണ് മനു. അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെ രോഹിത് ഒന്ന് വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് അതിന് മറുപടി കൊടുക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴി രോഹിത് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ ബാലചന്ദ്രനും അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മനു കാര്യം? ഒന്നുമില്ല അങ്കളെ, ഒരു കാര്യമുണ്ട് എന്ന് പറയണം. എന്താണെങ്കിലും നടക്കട്ടെ എന്നുള്ള രീതിയിൽ ബാലചന്ദ്രനും ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതിലെ സീനുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും കേട്ടോ. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ചില സീനുകൾ ആദ്യം വരാം, ചില സീനുകൾ രണ്ടാമത് വരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു വ്യത്യാസം വരാനും, ചില സീനുകൾ ഇല്ലാതെയാവാനും, ചില സീനുകൾ ആഡ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ പ്രൊമോ കണ്ടിട്ടുള്ള അതിൻ്റെ ഒരു സ്റ്റോറി ലൈനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓരോ ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോറി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.